ഈ കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ റെഡി ആവണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ മോഷൻ നമ്മൾ പറയുന്ന ആ മോഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്ന മോഷൻ എന്തായിരിക്കണം? യൂണിഫോം ആക്സിലറേഷനിലായിരിക്കണം. യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡിക്ക് മാത്രമേ, അല്ലെങ്കിൽ യൂണിഫോമിലി ആക്സിലറേഷൻ മോഷന് മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ബോഡിയുടെ ആക്സിലറേഷൻ ഒരേ അളവാണെങ്കിൽ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുള്ളൂ? റെഡി ആവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡിന്റെ മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. മറക്കണ്ട, യൂണിഫോമിലി ആക്സിലറേഷൻ മോഷന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 കൈനമാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 കൈനമാറ്റിക് ഇക്വേഷൻസ്? ഏതൊക്കെയാണ്? V is equal to U plus AT. V is equal to U plus AT. S equal to UT plus half AT square. V square is equal to U square plus 2AS. ഈ 3 ഇക്വേഷൻ ഇതേപോലെ കാണാതെ പഠിക്കണം കേട്ടോ. പഠിച്ചതായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ മലയാളം മീഡിയം പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ? V സമം U plus AT എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സമം ഈക്വൽ ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവുള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഇതാണ് എന്ത് വരിക? 3 കൈനമാറ്റിക് ഇക്വേഷൻസ് എന്നുള്ളത്. ഇനി ഇതിൽ ഓരോ ലെറ്ററുകളും എന്താ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും. എന്താ V എന്ന് പറഞ്ഞാല്? V എന്താ? V എന്താ സാധനം? V ഇവിടെ ഉണ്ട് V, പിന്നെ പോയിട്ട് വന്നിട്ട് ഇവിടെ ഒരു V ഉണ്ട്. ഫൈനൽ വെലോസിറ്റി ആണ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ 0 സെക്കൻഡിലുള്ള വെലോസിറ്റി, ആദ്യത്തിലുള്ള വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും. നമ്മൾ ഏത് സമയമാണോ എടുക്കുന്നത് ആ സമയത്തുള്ള, അപ്പൊ 2ാമത്തെ സെക്കൻഡ് ആണെങ്കിൽ 2ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി, 3ാമത്തെ സെക്കൻഡ് നോക്കുമ്പോൾ അതാണ് അവിടെ ഏതാണ് അവസാനിക്കുമ്പോഴുള്ള വെലോസിറ്റി, അതാണ് V എന്ന് പറയുന്നത്, ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഈ നിങ്ങളുടെ ഫൈനൽ വെലോസിറ്റി U എന്നുള്ളത് എന്താ? V ഫൈനൽ വെലോസിറ്റി ആണ്. U എന്നുള്ളത് എന്താ? ഇനീഷ്യൽ വെലോസിറ്റി ആണ്, തുടക്കത്തിലുള്ള വെലോസിറ്റി ആണ്. ഓക്കെ. A എന്നുള്ളത് എന്താ? A ആക്സിലറേഷൻ ആണ്. T എന്നുള്ളത് എന്താ? ടൈം ആണ്. ഒരു കാര്യമുണ്ട്, ടൈം എടുക്കുമ്പോ സെക്കൻഡ് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ S എന്താ സാധനം? S പൊസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? S പൊസിഷൻ ആണ്. S എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? അല്ലാതെ എന്തല്ല, പൊസിഷൻ അല്ല, ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. S ഡിസ്പ്ലേസ്മെന്റ്, U T ഹാഫ് AT സ്ക്വയർ, പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ തന്നെയാണ്. അപ്പോ നോട്ടില് ഇതും കൂടി എഴുതി വെച്ചോളൂ. കൈനമാറ്റിക് ഇക്വേഷൻസിന് എഴുതിയിട്ട് ഈ 3 ഇക്വേഷൻസ് എഴുതി കൊടുക്കും. കൈനമാറ്റിക് ഇക്വേഷൻ എഴുതാ, ഈ 3 ഇക്വേഷൻ എഴുതാ. താഴെ ഓരോ ലെറ്ററുകളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും കൂടി എഴുതിച്ചോളൂ. എല്ലാത്തിലുള്ള ലെറ്ററുകൾ സെയിം ആണ്. V ഫൈനൽ വെലോസിറ്റി, U ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, T ടൈം, പിന്നെ S ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞാലൊന്ന് പറയട്ടോ. V ഫൈനൽ വെലോസിറ്റി, U ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, T ടൈം, S ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. S ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോ ഇതിന്റെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഇക്വേഷൻസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബോഡി എന്തിലായിരിക്കണം? യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡി ആയിരിക്കണം. അപ്പൊ അതും കൂടി ഒരു പോയിന്റ് ആക്കിയിട്ട് താഴെ എഴുതിച്ചോളൂ. കൈനമാറ്റിക് ഇക്വേഷൻസ് ആർ യൂസ്ഡ് ഫോർ used for
യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡി അല്ല യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ. കൈനമാറ്റിക് ഇക്വേഷൻസ് ആർ യൂസ്ഡ് ഫോർ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻസ് ഉപയോഗിക്കണമെങ്കിൽ ആ ബോഡി എന്തിലായിരിക്കണം? യൂണിഫോം ആക്സിലറേഷനിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഇക്വേഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടുന്ന് 2-3 പ്രാവശ്യം ഇതിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതല്ലാണ്ട് 2-3 പ്രാവശ്യം ഒരേപോലെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പോ ഉണ്ടാക്കിയ ഇക്വേഷൻ ഇല്ലേ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ? ആ രണ്ടാമത്തെ ഇക്വേഷന് പ്രൂഫ് ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോ ഇത് നമുക്കൊന്ന് കാൽക്കുലേഷൻ മെത്തേഡും ഉണ്ട്, അതേപോലെ ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് പറയണം ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട്. 9ാം ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടി എന്നുള്ളതിന്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ഒന്ന് അത് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ശരിക്കും നോക്കിക്കോളൂ ട്ടാ. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ് വെലോസിറ്റി ടൈം. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആ ഗ്രാഫിന്റെ രൂപം എങ്ങനെയായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണോ വരിക? ഇങ്ങനെയാണോ വരിക? സ്ട്രൈറ്റ് ലൈൻ ആണ്, അത് ശരിയാണ്, സ്ട്രൈറ്റ് ലൈനേ വരുള്ളൂ. പക്ഷെ അത് ഇങ്ങനെയാണോ വരിക? ഞാൻ ഇവിടെ വരക്കാം, 2-3 വരകൾ വരക്കുന്നുണ്ട്. ഇതിൽ ഏതാ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാണോ? ആ, ഇതാന്ന് പറയുന്നവരൊന്ന് ആയിക്കോട്ടെ. ഇനി ഒരു പച്ച വര വരയ്ക്കാം. ഇങ്ങനെയാണോ വരിക? വേറെ എങ്ങനെയെങ്കിലും ആണോ വരിക? ഇതിൽ ഏതാ വരിക? ഈ ഗ്രീൻ കളർ ഉള്ളതാണോ, ബ്ലൂ കളർ ഉള്ളതാണോ, വേറെ ഏതെങ്കിലും ആണോ? ഏതാണ് യൂണിഫോം ഏതാണ്? ഇങ്ങനെയാണ് യൂണിഫോം ആക്സിലറേഷന് വരിക. കാരണം എന്താ വെച്ചാല് ബ്ലൂ അല്ല. ബ്ലൂ ആവണം എപ്പോന്നറിയോ? ഇവിടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അപ്പോഴല്ലേ നമ്മൾ പറയാ ആക്സിലറേഷന് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓരോ ഈക്വൽ ഇന്റർവെല്ലിലും വെലോസിറ്റി ഇങ്ങനെ കൃത്യം അളവിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്, ആക്സിലറേഷന് ചേഞ്ച് ഇല്ല എന്നാണ് പറയുന്നത്. വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സമയത്തും ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഏത് ലൈനാണ് എടുക്കേണ്ടത്? ഇതാണ് യൂണിഫോം ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ ബ്ലൂ അല്ല, ഇതാണ് യൂണിഫോം ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ വരച്ചു കഴിഞ്ഞു, ഗ്രാഫ് ഒക്കെ വരച്ചു. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? ഇതിന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്താ ചെയ്യാ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എസ് എന്ന് കൊടുക്കാം. എസ് എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാല് ഗ്രാഫിന്റെ എന്താ എടുക്കണ്ടേ? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഗ്രാഫിന്റെ എന്തായിരിക്കും അത്? ഗ്രാഫിന്റെ ഏരിയയാണ് അല്ലെ? അതായത് എത്രയേ ഉള്ളൂ ഈ ഗ്രാഫില്, ഇതല്ലേ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതിന്റെ ഏരിയ നമ്മൾ എടുക്കുക. ഇതിന്റെ താഴത്തുള്ള ഈ ഏരിയ ഉണ്ടല്ലോ, ഇതാ ഈ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയയുടെ അളവ് എത്രയാണോ അതായിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വരിക. നമ്മള് ഈ ഏരിയ എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. ഇനി ഇത് വെലോസിറ്റി അല്ലേ, ഇവിടെ എത്ര നമ്മൾ മാർക്ക് ചെയ്യാം? ഇവിടെ എത്ര മാർക്ക് ചെയ്യാൻ പറ്റുക? 0 അല്ലേ? ഇത് 0 ആണ്. ഇവിടുത്തെ ടൈമിനെ ഞാൻ ഇതിന്റെ നേരെയുള്ള ടൈമിന് ടി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ വെലോസിറ്റി തുടങ്ങുന്നത് എവിടുന്നാ?
വെലോസിറ്റി തുടങ്ങുന്നത് ദാ ഇവിടെ അല്ലെ ഗ്രീനിന്റെ ലൈൻ അല്ലേ വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ തുടക്കത്തിലുള്ള വെലോസിറ്റി നമ്മൾ എന്താ കൊടുക്കുക? തുടക്കത്തിലുള്ള വെലോസിറ്റിനെ എന്താ കൊടുക്കുക? യു എന്ന് കൊടുക്കും. അപ്പൊ ഇത് യു ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എവിടെയാണോ വെലോസിറ്റി അവസാനിക്കുന്നത് അതിനെയാണ് ഫൈനൽ വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ലെറ്ററുകള് എങ്ങനെ കൊടുത്തതെന്നുള്ള മനസ്സിലാവാത്ത ആരെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഒന്നുകൂടി പറയാം. ഇത് ഗ്രാഫിന്റെ ഒറിജിൻ ആണ്. ഗ്രാഫിന്റെ ഒറിജിൻ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നുമില്ല. ആറ് ഗ്രാഫ് ആണെങ്കിലും ഒറിജിനെ നമ്മൾ 0 എന്നാ കൊടുക്കുക. അങ്ങനെ നമ്മള് 0 എന്ന് ഇവിടെ കൊടുത്തു. ഇനി ഈ ഗ്രാഫ് എന്ന് പറയുന്ന ലൈൻ, ഗ്രാഫിന്റെ ലൈൻ ഈ ഗ്രീൻ ലൈൻ അല്ലേ? ഈ ഗ്രീൻ ലൈൻ ആണ്. ഈ ഗ്രീൻ ലൈൻ അവസാനിക്കുന്നത്, അതായത് വെലോസിറ്റി നമ്മൾ എടുക്കുന്ന ഫൈനൽ ടൈമിനെ നമ്മൾ ടി എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി വെലോസിറ്റി തുടങ്ങുന്നത് ഇതാ ഈ പോയിന്റ് എന്നാണ്. നമ്മൾ ഇതിനെ ഇനീഷ്യൽ വെലോസിറ്റി എന്നും വെലോസിറ്റി അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇതിന് നേരെയുള്ളത് വെലോസിറ്റിന്റെ ഗ്രാഫ് പോയിന്റ് ഇതാണല്ലോ, ലൈൻ ഇതാണല്ലോ. ഇവിടെ നമ്മൾ എന്തും കൊടുത്തു? വി എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് യു വി 0 ടി ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഏരിയ ഉണ്ട് കണ്ടാൽ മതി. ഏരിയ കാണാന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. വെറുതെ വരച്ചു നോക്കി. ഇപ്പൊ നോക്കി, ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ? യു ഉണ്ട് ഇവിടെ, ഞാൻ എ ബി ടി ഉണ്ട്. ഓക്കെ, ഇവിടെ ഓക്കെ, എ ബി യു എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആയില്ലേ? എ ബി യു എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആയല്ലോ. അപ്പൊ ട്രയാങ്കിള് ഇവിടെ എഴുതുന്നുണ്ട്, ട്രയാങ്കിൾ എ ബി യു. ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ നിങ്ങള്? എ ബി യു എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഒരു ചതുരം ഉണ്ട്. ഈ ചതുരത്തിന്റെ പേര് എന്താ കൊടുക്കാൻ പറ്റിയ? ഒരു ചതുരണ്ട്. ഈ റെക്ടാങ്കിളും ട്രയാങ്കിളും ആയിട്ടുണ്ട് അല്ലെ? കണ്ടില്ലേ? ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിളും ഉണ്ട്. ഇത് രണ്ടിന്റെ ഏരിയയും കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഏരിയ കിട്ടൂലേ? നമുക്ക് ആദ്യം ഇതിന്റെ ഏരിയ കാണാം. ഇതിന്റെ ഏരിയ എന്താ വരിക? റെക്ടാങ്കിളിന്റെ ഇവിടെ ഏതാ? ഏരിയ ഓഫ് റെക്ടാങ്കിളിന്റെ ഏരിയ ഒന്ന് പറഞ്ഞോളൂ. ആർക്കും പറയാൻ പറ്റിയ? റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ വരിക? L into B അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 0 to u എന്ന് പറയുമ്പോ u - 0 എന്ന് ചെയ്താൽ പോരെ ഈ ലെങ്ത് കിട്ടാന് അല്ലെ? u - 0 എന്ന് പറഞ്ഞാൽ എത്ര? u - 0 എത്രയാണ്? u - 0 എന്നാണ്. അപ്പൊ എത്ര ആൻസർ വരും? അപ്പൊ ഈ ഇവിടത്തെ ഈ ഭാഗം u എന്ന് വരും. u പിന്നെ ഈ ലെങ്ത് ഇത് 0 ആണ്, ഇത് t ആണ്. t - 0 ഈ ലെങ്ത് കിട്ടാന് t - 0 ചെയ്താൽ പോരെ? ഇപ്പൊ എന്ത് വരും? t എന്ന് വരും അല്ലെ? ut ലെങ്ത് ഇൻറ്റു വിഡ്ത് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ut എന്നുള്ളത് കിട്ടി. അതായത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി ഇല്ല? ഇതിന്റെ ഇത് ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ വേണം. കാണല്ലോ, അവസാനം രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതിയല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒന്ന് പറഞ്ഞോളൂ. ഈ ലെങ്ത് നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഇതല്ലേ? ഈ ലെങ്ത്തും സെയിം അല്ലേ? അപ്പൊ ഈ ലെങ്ത് നമ്മൾ എന്താ കൊടുത്തിന്? ഈ ലെങ്ത് എന്താ വന്നത്? ആദ്യം ഹാഫ് ഉണ്ട് അല്ലെ? ഹാഫ് ബി എച്ച് എന്നല്ലേ നമ്മളെ ഇക്വേഷന്? അപ്പോ ഹാഫ് ഇൻറ്റു ഇത് ഈ ലെങ്ത് എന്ന് പറയുമ്പോ ടി അല്ലേ? ഹാഫ് ടി. ഇനി ഇത് ഹൈറ്റ്, ഇത് എത്ര വരിക? ഈ ഹൈറ്റ് ഇവിടെ v ആണ്, ഇവിടെ u ആണ്. ഹൈറ്റ് എത്രയായിരിക്കും? വരിക? v - u അല്ലെ? ഇത് v ആണ്, ഇത് u അല്ലേ ഈ പോയിന്റ്? അപ്പൊ v - u എന്ന് വരും ഇൻറ്റു v - u. ഇതെല്ലാം നമ്മൾ ഇക്വേഷൻ വരിക.
ഇനി നമുക്ക് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയ ആണ് വേണ്ടത്. അതിന് ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ഒന്നുകൂടി പറയാട്ടോ ഓഫീസെ. അപ്പൊ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. S equal to T plus equation half T into V minus U. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇത് നമ്മൾ മറ്റേ ഇക്വേഷൻ ആക്കിയിട്ട് പോരും. വളരെ സിമ്പിൾ ആണ്. ഇത് എക്സാമിന് പല പ്രാവശ്യം ചോദിക്കുന്നതായതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റും കൂടിയാണ്. ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലും വരച്ചു. ഇനി നോക്കുക, ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനൊരു ഒറിജിൻ ഉണ്ടാകും. ഒറിജിനെ O എന്നോ അല്ലെങ്കിൽ 0, അതാണല്ലോ ഒറിജിന്റെ വാല്യൂ. നമ്മൾ എപ്പോഴും 0 എന്നല്ലേ കൊടുക്കുക. അപ്പൊ ഇത് 0 ആണ്. ഈ പോയിന്റ് 0 ആണ്. 0 എന്നുള്ളത് ഉറപ്പിച്ചു. ഇനി നമ്മളെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്ന ഗ്രാഫിന്റെ ലൈൻ ഇതാ. ഈ ലൈനാണ് ഗ്രാഫിന്റെ ലൈൻ. ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ലൈൻ. ഈ ലൈന് മാത്രം. വെലോസിറ്റിയുടെ ഗ്രാഫ് അവസാനിക്കുന്നത് ഇതാ ഇവിടെയാണ്. അപ്പോ ഈ സമയത്ത് ഇതാണ് ഫൈനൽ വെലോസിറ്റിയുടെ പോയിന്റ്. അത് നമ്മൾ ഇതാ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് അല്ലെ? അങ്ങനെ നമ്മള് വെലോസിറ്റി ഇതാ ഇവിടെ ഫൈനൽ വെലോസിറ്റി V എന്നുള്ളത് ഇതിന് നേരെ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചു. ഓക്കെ അല്ലെ? ഇനി ടൈമിന്റെ കാര്യം കൂടി ഉണ്ട്. നമ്മൾ തുടക്കത്തിലുള്ള ടൈം 0 സെക്കൻഡ് എന്ന് എടുത്തു. തുടക്കത്തിൽ നമ്മൾ അങ്ങനെയുള്ള 0 അല്ല എടുക്കുക. അപ്പൊ തുടക്കത്തിലുള്ള ടൈം 0 തന്നെ. ടൈം ഈ x ആക്സിസിൽ അടയാളപ്പെടുത്തുന്നത് അല്ലെ? അവസാനിക്കുമ്പോഴുള്ള ടൈമിനെ നമ്മൾ എന്ത് കൊടുത്തു? ഫൈനൽ ടൈം, അവസാനത്തെ ടൈം എന്നുള്ളതിനെ നമ്മൾ T എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഗ്രാഫ് വരച്ചത്. ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ കുറെ പറഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. എവിടത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലും ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് കാണേണ്ടത് ഈ ഗ്രാഫിന്റെ താഴെ കാണുന്ന ഈ ഏരിയ എത്ര എന്നുള്ളത് കണ്ടെത്തിയാൽ മതി. അതായിരിക്കും അവിടുത്തെ എന്ത് വരിക? ഡിസ്പ്ലേസ്മെന്റ് വരിക. അപ്പൊ നമുക്ക് കാണാനുള്ള ഡിസ്പ്ലേസ്മെന്റ് S ആണ്. S കാണാന് ഇതിന്റെ അടുത്ത് ഏരിയ കണ്ടാൽ മാത്രം മതി. ഏരിയ എന്ന് പറയുമ്പോ ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ നോക്കി നിങ്ങള്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഒരു ലൈൻ വരച്ചപ്പോ നമുക്ക് ഇങ്ങനെ ABU എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ? ട്രയാങ്കിൾ ABU കിട്ടില്ലേ? അതേപോലെ ഒരു റെക്ടാങ്കിളും കിട്ടിയിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു റെക്ടാങ്കിൾ ഉണ്ട്, OUBT എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ, ഒരു റെക്ടാങ്കിളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ റെക്ടാങ്കിളും ഉണ്ട്, ഒരു ട്രയാങ്കിളും ഉണ്ട്. രണ്ടിന്റെ ഏരിയയും കൂടി പ്ലസ് ചെയ്താൽ ഇതിന്റെ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടുമല്ലോ. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട്, റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ മതിയല്ലോ. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 0 ആണ്. ഇത് ഇനീഷ്യൽ വെലോസിറ്റി U ആണ്. അപ്പോ ഈ സംഭവം കാണാൻ U - 0 ചെയ്താൽ പോരെ? ഈ ലെങ്ത് എത്രയെന്ന് കാണാൻ U - 0. എന്താ U - 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? U - 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? U - 0 U തന്നെ അല്ലെ? 0 കുറച്ചാൽ അതന്നെ അല്ലേ വരിക? ഡിസ്പ്ലേസ്മെന്റിന്റെ ഭാഗം ഒന്നുകൂടി പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കിട്ടി എന്നുള്ള, ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഗ്രാഫ് തന്നിട്ട് അതിന് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാലേ നോക്കാം. V = S/T ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടല്ലോ. S = വെലോസിറ്റി ഇൻറ്റു ടൈം. ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? വെലോസിറ്റി ഇൻറ്റു ടൈം വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഇവിടെ ഇത് വെലോസിറ്റിയും ഇത് ടൈമും ആണ് അല്ലെ? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ ആണ് വരിക. അതായത് നമ്മളൊരു ഗ്രാഫില് ഇൻറ്റു ചെയ്യാനാണെങ്കിൽ, ഗ്രാഫ് വരച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് ഗ്രാഫ് എന്ന് ചോദിക്കാറുള്ളത്. ഒന്ന് സ്ലോപ്പും, രണ്ടാമത്തെ ഏരിയ ആണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ടുള്ള സംഭവത്തിനെയാണ് സ്ലോപ്പ് എന്ന് പറയാം. രണ്ടും കൂടി ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ഏരിയ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളത് ഇത്രയേ ഉള്ളൂ. ഈ രണ്ടും കൂടി
ഇൻഡു ചെയ്തിട്ട് കിട്ടുന്നത്. അതായത് ഒരു ഒറ്റ പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫ് എവിടെ കണ്ടാലും അതിന്റെ താഴെയുള്ള ഏരിയ എത്രയാണോ ആ ഏരിയ തന്നെ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ അളവും വരിക. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ എത്രയാണോ അതന്നെയാണ് ആരളവും വരിക, ഡിസ്പ്ലേസ്മെന്റ് അളവും വരിക. അതിന് മാറ്റമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട്. ഇനി ഇവിടെ നോക്കുക, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് യു എന്ന് കിട്ടി. ഈ സൈഡത്തെ ലെങ്ത് എത്ര കിട്ടി? യു എന്ന് കിട്ടി. ഇനി ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നതോ, ഇത് ടി ആണ്, ഇത് 0 ആണ്. അപ്പൊ ഇതിന്റെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ടി മൈനസ് 0. ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്ര? ടി മൈനസ് 0 ടി എന്നാണ്. അപ്പോ ലെങ്ത് യുവും വിഡ്ത്ത് ടി എന്നും കിട്ടി. അതല്ലേ നമുക്ക് ആ റെക്ടാംഗിളിന്റെ ഏരിയ യു ഇൻറ്റു ടി എന്ന് ചെയ്താൽ പോരെ? യു ഇൻറ്റു ടി, യു ഇൻറ്റു ടി, ഇതാണ് ആ റെക്ടാംഗിളിന്റെ ഏരിയ നമുക്ക് കിട്ടി. ഏരിയ ഈക്വൽ ടു യു ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യു ടി. അടുത്തത് ഇനി അടുത്തൊരു ഭാഗം കൂടി ഇതിനുണ്ട്. ഈ ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്താ? ഏരിയ കാണാനുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏതാ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏതാ? ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആണ്ട് കൊണ്ട് തിരിയാനൊന്നുമില്ല, ഹാഫ് ഇട്ടു. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കാണാനുള്ളത് ഹാഫ് ഇട്ടു. ഇനി ഇതിന്റെ ബേസ് ബേസ് ഇതല്ലേ? ഈ ലെങ്ത് എത്രയാണ്? ഇവിടെ നോക്കി നിങ്ങള്, ഇതും ഒരേ ലെങ്ത് അല്ലേ? അല്ലേ? അപ്പൊ ഈ ലെങ്ത്തും ഇത് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര തന്നെ? ടി തന്നെ അല്ലേ ആവുക? അപ്പൊ നമുക്ക് ഈ ബേസ് ഏരിയ ടി എന്ന് കിട്ടി, ബി എന്നുള്ളത് ടി എന്ന് കിട്ടി. ഇനിയുള്ളത് എച്ച് ആണ്, ഹൈറ്റ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ ഇത് വി ആണ്, ഇത് യു ആണ് അല്ലെ? ഇത് യു ആണ്, ഇത് വി ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെ എന്ന് പറയുമ്പോ എന്താ വരിക? വി മൈനസ് യു എന്ന് വരും. അപ്പൊ നമുക്ക് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്തും കിട്ടി? വി മൈനസ് യു എന്നും കിട്ടി. അപ്പോ ബേസ് ടി, ഹൈറ്റ് വി മൈനസ് യു. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ടി വി മൈനസ് യു എന്ന് കിട്ടി. ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടി. കിട്ടിയില്ലേ? കിട്ടീനോ? നിങ്ങൾക്ക് കിട്ടീനോ? ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു എന്ന് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ഏരിയ ആണ് അല്ലെ? ടോട്ടൽ ഏരിയ അല്ലേ വേണ്ടത്? അങ്ങനെ ടോട്ടൽ ഏരിയ കാണാൻ ഈ ഏരിയയും കൂടിയാണ് പ്ലസ് ചെയ്താൽ പോരെ? അതേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഏരിയ ആണ്. യു ടി, ആദ്യത്തിന്റെ യു ടി എന്ന് കിട്ടി, പ്ലസ് ഇപ്പൊ കിട്ടിയത് ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു എന്നും കിട്ടി. ഇതാ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചു. ഓക്കെ അല്ലേ? മനസ്സിലായിനോ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത്? കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. ഇത് മനസ്സിലായിനോ എങ്ങനെ കിട്ടി? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വേണ്ട ഇക്വേഷൻ വി മൈനസ് യു ആക്സിലറേഷൻ അല്ല ഹാഫിസേ. അത് എങ്ങനെയാ? നമുക്ക് ഇക്വേഷനിൽ ഉള്ളത് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ നമ്മളെ ഇക്വേഷനിൽ ഉള്ളത്? അപ്പൊ അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ നോക്കുക. ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ബാക്കി അല്ലെ വേണം, ഇവിടെ തന്നെ എഴുതാം അല്ലെ? കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? എ is equal to v minus u by t. ഇങ്ങനല്ലേ? a is equal to v minus u by t അല്ലേ? അല്ലെ? a is equal to v minus u by t. അതിന്ന് v minus u is equal to എന്താ വരിക? ഒന്ന് കണ്ടെത്തിക്ക. v minus u is equal to ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ a into t is equal to v minus u എന്ന് വരും. a into t is equal to v minus u എന്ന് വരും. അതായത് at is equal to v minus u എന്ന് വരൂലേ? അതാ അതിന്റെ അർത്ഥം എന്താ? v minus u എന്ന് പറഞ്ഞാലും at എന്ന് പറഞ്ഞാലും ഒരേ അളവാണെന്നല്ലേ? അപ്പോളേ ഒരു കാര്യം ചെയ്തൂടെ? ഈ ഇക്വേഷനിലെ v minus u എന്നുള്ളതിന് പകരം at എന്ന് കൊടുത്തൂടെ? v minus u എന്ന് പറഞ്ഞാൽ at തന്നെ അല്ലേ? അപ്പൊ നമുക്ക് v minus u എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാം?
AT എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞോളിട്ട് നിങ്ങള് S equal to UT plus UT plus half T ഉണ്ട്, half T into V minus U എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? V minus U എന്നുള്ളതിന് പകരം AT എഴുതി കൂടെ? V minus U എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്താ? AT എഴുതാം. ഇവിടെ നോക്കി, half T into AT. ഈ ടിയും ടിയും കൂടി ഇൻറ്റു ചെയ്താൽ AT സ്ക്വയർ എന്നാവൂലേ? ടിയും ടിയും കൂടി ഇൻറ്റു ചെയ്താൽ T സ്ക്വയർ എന്നാവൂലേ? അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി മാറ്റി എഴുതാം. S equal to UT plus half AT സ്ക്വയർ. ഈ ടിയും ടിയും കൂടി ഇൻറ്റു ചെയ്തു, എന്നിട്ട് എന്ത് എഴുതി? ഹാഫ് AT സ്ക്വയർ എന്നായി. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആയില്ലേ? S equal to UT plus half AT സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ. ഈ പ്രൂഫ് 2-3 പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. 2018 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേയും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രൂഫായിട്ട് പറയുന്നത്. സ്കോർ പ്രൂഫിന് 3 സ്കോറോ 4 സ്കോറോ ഒക്കെ ഉണ്ടാവാറുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് കൊണ്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കൊണ്ട് എന്താ കാണാൻ പറ്റുക എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് കൊണ്ട് നമുക്ക് എന്താ കാണാൻ പറ്റുക എന്ന് വെച്ചാല്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ S/T അല്ലെ? സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അപ്പൊ അങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫിന് 2 പ്രത്യേകത ഉണ്ട്. സ്ലോപ്പും ഉണ്ട്, അതേപോലെ ഏരിയ ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷനും, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തും കിട്ടും? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോളേ ഈ പ്രൂഫ് ഒന്ന് എഴുതി വെച്ചോളി. ആദ്യം ഗ്രാഫ് വരയ്ക്കുക. പ്രൂഫ് ഓഫ് ഇങ്ങനെ എഴുതാ, ഹെഡിങ് ആയിട്ട് പ്രൂഫ് ഓഫ് ദ ഇക്വേഷൻ S equal to UT plus half AT square. Proof of the equation S equal to UT plus half AT square. Proof of the equation S equal to UT plus half AT square. ഇതില്ലേ? ഇനി ബാക്കി എന്ത് ചെയ്യാം? ഈ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് ഇതേപോലെ തന്നെ വരയ്ക്കാം കേട്ടോ. യും ബിയും എയും ടിയും ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാം. മനസ്സിലായി? കഴിയുകളൊക്കെ പറയട്ടോ. ഇതിന്റെ താഴെ ഒരു പോയിന്റ് എഴുതാറുണ്ട്. ഗ്രാഫിന്റെ താഴെ എഴുതാം, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ എന്താ ചെയ്യാം? ഏരിയ എന്താ വരിക? അവിടെ ഏരിയ ട്രയാങ്കിൾ ABU, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABU, അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ OUBT. ഇതേ വേണമെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യാം, ഇവിടെ ഈ OU എന്നൊക്കെ മാറ്റിക്കാണ്ട് ABCDEFG എന്നൊക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് അവസാനം പിന്നെ ഇതിന് യും ബി ഒക്കെ ഇടാൻ നടക്കേണ്ടി വരും. നമ്മൾ ആദ്യം തന്നെ യും ബി ഒക്കെ ഇട്ടു എന്ന് മാത്രം. എന്നിട്ട് ഇതിന്റെ ഏരിയ UT എന്ന് വരും.
ഇതേപോലെ എഴുതാട്ടോ. കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയട്ടോ. കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ ഇത് വായിക്കുന്നപ്പോ ഇതോടുകൂടി ഇത് കഴിഞ്ഞു. കൈനമാറ്റിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ ചെറിയൊരു പോയിന്റും കൂടി, ചെറിയൊരു പോയിന്റ് ആണ് വെർട്ടിക്കൽ മോഷൻ. നമ്മളിപ്പോ കൈനമാറ്റിക് ഇക്വേഷൻ 3 പറഞ്ഞില്ലേ, ഇത് അതെ കൈനമാറ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോ ഇനി നമുക്ക് പറയാൻ പോകുന്നത് വെർട്ടിക്കൽ മോഷന് എങ്ങനെയാണ് ഈ കൈനമാറ്റിക് ഇക്വേഷൻ വരിക എന്നുള്ളതാണ്. ഈ കൈനമാറ്റിക് ഇക്വേഷനെ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുമ്പോൾ, വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയുള്ള മോഷനാ? തലകുത്തനെ അല്ലെങ്കിൽ നേരെ മേലേക്ക് പോവാ? ഇല്ല ഇല്ല, വേറെ ഒന്നിനും പ്രൂഫ് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ സ്ലോപ്പ് വെച്ചിട്ട് പ്രൂഫ് ഒന്നുമില്ല. ആക്സിലറേഷന്റെ ഇക്വേഷൻ a = v - u / t എന്നല്ലേ? ഇതിന് പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള പ്രൂഫ് ചോദിക്കുന്ന പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ പ്രൂഫാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. ഇതല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൂഫ് കേട്ടോ. അപ്പോളേ വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള മോഷനാണ്? ഒന്നിക്കലോ നേരെ മുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് വീഴുക. ഇതിനെയല്ലേ നമ്മൾ വെർട്ടിക്കൽ മോഷൻ എന്ന് പറയാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാം, വെർട്ടിക്കൽ മോഷനിലുള്ള ഒരു ബോഡിയിൽ ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ എന്താ? ഒരു സാധനം, കല്ല് നേരെ താഴത്തേക്ക് വീഴാണ്. താഴത്തേക്ക് വീഴുമ്പോ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്താ? ഏതാണ്? അനീസ് പറഞ്ഞതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്നുള്ളതാണ്, അല്ലെ? മലയാളത്തിൽ അതിനെ എന്താ പറയാ? അതിനെ പറയും ജി എന്നുള്ള സ്മോൾ ലെറ്റർ ജി എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന സാധനല്ലേ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. അപ്പൊ അതാണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങണ്ടാ? ആക്സിലറേഷൻ എന്നുള്ളത് ഒരു വെർട്ടിക്കൽ ഒരു എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ പറയേണ്ട സാധനമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എങ്ങണ്ടാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ താഴത്തേക്കാണ്. താഴത്തേക്കല്ല ഉണ്ടാവുക, വീഴുമ്പോഴല്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുക. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും അട്രാക്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നേരെ താഴത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഞാനേ ഒരു ഗ്രാഫ് വരക്കണ്ട, ഗ്രാഫ് വരക്കാണ്. സ്ട്രൈറ്റ് ലൈൻ ആണ് ഇത്. നമ്മളെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഒരു കാര്യം ചോദിക്കാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തേക്കല്ലേ? ഗ്രാഫിൽ വരയ്ക്കുമ്പോ താഴത്തേക്ക് വരച്ചു നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വരിക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാഫിൽ വരയ്ക്കുമ്പോ താഴത്തേക്ക് ഉള്ളതുണ്ട്, മുകളിലേക്ക് ഉള്ളതുണ്ട്, ഈ സൈഡിലേക്ക് ഉണ്ട്, ആ സൈഡിലേക്ക് ഒക്കെ ഉണ്ട്. ഒരു താഴത്തേക്കാണ്. താഴത്തേക്കാകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. താഴത്തേക്കാകുമ്പോൾ അങ്ങനെയാണ്, അല്ലെ? കുറഞ്ഞു വരികയാണ് ചെയ്യുക. താഴത്തേക്ക് എന്നുള്ളതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിരിക്കും. അപ്പോ എല്ലാ സമയത്തും ജിയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം അത് താഴത്തേക്കാണ്. അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. എല്ലാ സമയത്തും ജിയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. A = -g എന്നായിരിക്കും. വെർട്ടിക്കൽ മോഷന്റെ പ്രത്യേകത അത് ആ സാധനം മേലേക്ക് പോവുകയാണെങ്കിലും ആ സാധനം താഴത്തേക്ക് വരികയാണെങ്കിലും ജി എപ്പോഴും നമുക്കറിയാം, ജി എല്ലാ സമയത്തും താഴത്തേക്കാണ്, അല്ലെ? താഴത്തേക്ക് ആയതുകൊണ്ട് ജിയുടെ വാല്യൂ, അത് നമ്മളൊരു കല്ലെടുത്താണ് മേലക്കെറിഞ്ഞു. മേലക്കെറിയുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ ചെയ്യുക? മേലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ച് വെലോസിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്യാം? എന്താ ഉണ്ടാവുക? ഒരു കല്ലിങ്ങനെ മേലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറയും എന്ന് പറഞ്ഞാല്
അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമായിട്ട് അതിന്റെ ആക്സിലറേഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇനി താഴത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ കൂടി വരും, വെലോസിറ്റി കൂടി വരും. അവിടെയും കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജിയുടെ വാല്യൂ എല്ലാ സമയത്തും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ജിയുടെ വാല്യൂ നെഗറ്റീവ് അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ 3 കൈനമാറ്റിക് ഇക്വേഷൻസ് ഇല്ലേ, അതിലെ എ എന്നുള്ളതിന് പകരം -g എന്ന് കൊടുത്തൂടെ? ആരോടും ചോദിക്കൊന്നും വേണ്ടല്ലോ. എ തന്നെയാണ് -g എന്ന് പറഞ്ഞാൽ. വെർട്ടിക്കൽ മോഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് എ എന്ന് കൊടുക്കണ്ട, -g എന്ന് കൊടുത്താൽ മതി. എന്താ പറഞ്ഞോളൂ, ഒന്നാമത്തെ ഇക്വേഷൻ v is equal to u plus at എന്നായിരുന്നു. പ്ലസ് at എന്നാണ്. ഇതല്ല നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ. ഇതിൽ എക്ക് പകരം എന്ത് കൊടുക്കണം? -g എന്ന് കൊടുക്കണം. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ മാറൂലേ? v is equal to u minus gt എന്നാവൂലേ? u minus gt എന്നാവൂലേ? എക്ക് പകരം -g എന്ന് കൊടുത്തു. ആവോ? ആകും. ഇനി രണ്ടാമത്തെ പറഞ്ഞോളി, s equal to ut plus half at square എന്നാണ്. പ്ലസ് ഉള്ളത് എന്താകും? പ്ലസ് half at square എന്നുള്ളത് എന്താവും? പ്ലസ് ഉള്ളത് എന്താവണം? എന്താവുക? പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. മൈനസ് ഹാഫ് gt സ്ക്വയർ എന്നാവും. മൂന്നാമത്തെ കേസിന് v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നാണ്. അതെന്താകും? പ്ലസ് ഉള്ളത് മൈനസ് 2a എന്നുള്ളതിന് പകരം g നായി s. അപ്പോ വെർട്ടിക്കൽ മോഷനിലുള്ള കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇത് മൂന്നും ആയിരിക്കും. അതും കൂടി നോട്ടിലൊന്ന് എഴുതി കൊടുക്കാം. ഇക്വേഷൻസ് ഫോർ വെർട്ടിക്കൽ മോഷൻ ഹെഡിങ് ആയിട്ട് എഴുതാം. ഇക്വേഷൻസ് ഫോർ വെർട്ടിക്കൽ മോഷൻ. Equations for vertical motion. V is equal to u minus g. അവിടെ എഴുതാം, ആദ്യം മുകളിൽ എഴുതാം. For vertical motion, A is equal to minus g. A is equal to minus g. ഇതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഇതാണ്. ആ ഒബ്ജക്റ്റ് മേലക്കും പോകുമ്പോഴും താഴത്തേക്ക് പോകുമ്പോഴും ഒക്കെ -g ആണോ എടുക്കേണ്ടത് എന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ തന്നെയാണ്. ഒബ്ജക്റ്റ് മേലേക്ക് പോവുകയാണെങ്കിലും താഴത്തേക്ക് പോവുകയാണെങ്കിലും ഒക്കെ ഇക്വേഷനിൽ എന്തെന്നെ എടുക്കേണ്ടത്? -g തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. s equal to -g ആയിരിക്കും. ബാക്കി ഇക്വേഷൻസ് അപ്പൊ ഇങ്ങനെ മാറും. ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറയട്ടോ. കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. റിലേറ്റീവ് വെലോസിറ്റി. അതാ നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്. ഇനി വേറെ എഴുതണം എന്നില്ല, ജസ്റ്റ് കേട്ടാ മതി. റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളത് ഇവിടെ നോക്കാം. ഒരാൾ എന്ത് ചെയ്യാണ്? ഞാന് ബസ്സിൽ, ഞാൻ അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. ഞാൻ ബസ്സിന്റെ ബാക്കിലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്റെ തൊട്ട മുന്നില്, അല്ലെങ്കിൽ വേണ്ട, ഡ്രൈവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ബാക്കിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ബസ് ആണെങ്കിൽ ഒരു 100-110 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡ് ഇങ്ങനെ പോവാണ്. ഞാന് മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ? മോഷനിലാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ? റെസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, മോഷൻ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇതിന് ഒരു കാര്യം മനസ്സിലായി. ഇത്രയും പഠിച്ചിട്ടും ഒരാൾ പറഞ്ഞു, ആകെ സോദി മാത്രം പറഞ്ഞു, ബാക്കി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അക്കോർഡിംഗ് ടു ബസ് ഇൻ മോഷൻ അനീസും പറഞ്ഞു അല്ലെ. അപ്പൊ 2 ആൾക്കാരാണ് ഇതുവരെ ഒരു സംഭവം പറഞ്ഞത്. മോഷൻ എന്ന് പറഞ്ഞാലും റെസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും തെറ്റാണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ട് നിങ്ങൾക്ക് മോഷനെ കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. മോഷനും റെസ്റ്റും എന്നുള്ളതും ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എന്തെങ്കിലും ആയിട്ട് റെസ്പെക്ട് ചെയ്യണം. ഇപ്പോ ഞാൻ പറയാണ്, ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയാണ്, ഡ്രൈവർ അവിടെ സീറ്റിലിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ഇടയിലുള്ള പൊസിഷൻ, എന്നിട്ട് ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ
വിത്ത് റെസ്പെക്ട് ടു ഡ്രൈവർ. ഡ്രൈവറെ അപേക്ഷിച്ച് ഇതിന്റെ പൊസിഷൻ മാറുന്നുണ്ടോ? ഞാനും ഡ്രൈവറും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? കൂടെ കുറേ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഡ്രൈവറും ഞാനും തമ്മിൽ ഇങ്ങനെ ഒരേ ഡിസ്റ്റൻസ് തന്നെ എപ്പോഴും ഉള്ളത് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡ്രൈവർ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബസ് നോക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അല്ലെ? അതേ സ്ഥാനത്ത് വിത്ത് റെസ്പെക്ട് ടു റോഡ് നോക്കുമ്പോൾ റോഡിൽ ഞാൻ ആദ്യം ഇവിടെ ആയിരുന്നു, കുറച്ചുകൂടി അപ്പുറത്തെത്തിയപ്പോ വേറെ സ്ഥലത്തെത്തി അല്ലെ, പിന്നെ വേറെ സ്ഥലത്ത്, അപ്പൊ സ്ഥലം പൊസിഷൻ മാറി. എവിടെ? വിത്ത് റെസ്പെക്ട് ടു റോഡ് നോക്കുമ്പോ എന്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോ വിത്ത് റെസ്പെക്ട് ടു റോഡ് ഞാൻ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. വിത്ത് റെസ്പെക്ട് ടു ബസ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡ്രൈവർ എന്താണ്? ഞാൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് വെച്ചിട്ട് നമുക്ക് അത് പറയാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോ ഈ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനും ആ ഡ്രൈവറും തമ്മിൽ നോക്കുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ വെലോസിറ്റി എത്രയാണ്? ഞാനും ഡ്രൈവറും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, ഞാനും ഡ്രൈവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ഡ്രൈവറും തമ്മിലുള്ള വെലോസിറ്റി എത്രയാണ്? റിലേറ്റീവ് വെലോസിറ്റി 0. കാരണം എന്താ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലല്ലേ. അപ്പൊ വെലോസിറ്റി 0 അല്ലേ? റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. അതെങ്ങനെയാന്നുള്ളത് ഒന്നുകൂടി പറയാം. ഇന്റെ വെലോസിറ്റി ഇപ്പൊ ഞാൻ വിത്ത് റെസ്പെക്ട് ടു റോഡ് ഞാൻ നോക്കുകയാണ്. ഞാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു റോഡ് ഞാൻ പോകുന്നത് 100 km/h നല്ല സ്പീഡാണ്. എയറോപ്ലെയിൻ തോന്നുന്നു. km/h. പിന്നെ ഡ്രൈവർ പോകുന്നതും അതേ സ്പീഡ് തന്നെയാണ്, 100 km/h. ഇന്ത്യൻ ഡ്രൈവർ സ്പീഡ് സെയിം ആണ് അല്ലെ? രണ്ടാളും ഒരേ ഡയറക്ഷൻ തന്നെ അല്ലേ പോണത്? അല്ലെ? ഒരേ ഡയറക്ഷൻ ആണ്, രണ്ടാൾക്കും ഒരേ സ്പീഡാണ്. അതായത് വെലോസിറ്റിക്ക് അവിടെ രണ്ടാളെ വെലോസിറ്റി തമ്മിൽ ഒരു ചേഞ്ചും ഇല്ല, ഒരേ ഡയറക്ഷൻ, ഒരേ സ്പീഡ്. അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് v is equal to 0 ആണ്. v is equal to 0 ആണ്. ഇതെങ്ങനെ കിട്ടാന്ന് വെച്ചാല് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി, ഇപ്പൊ ഞാനും രണ്ട് സാധനങ്ങൾ എടുത്തുട്ടാ, ഈ രണ്ട് സാധനങ്ങൾ, ഒന്ന് ഈ ഡസ്റ്റർ, ഒന്ന് ഈ ചോക്ക്, ഇത് രണ്ടും തമ്മിൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോ ഇതിൽ നിന്ന് നോക്കുമ്പോ ഇതിന് എത്ര വെലോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്നാണ് ഒരാൾ ഇങ്ങനെ നോക്കുകയാണ്, ഇതിമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇതിന് എത്രത്തോളം വെലോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ ആ ഫീൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റി. ഓക്കെ, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോ ചിലപ്പോ നമുക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളൊരു ട്രെയിനിൽ ഇരിക്കുകയാണ്, വേറൊരു ട്രെയിന് നേരെ ഓപ്പോസിറ്റിക്ക് വരികയാണ്. അപ്പോ ഈ രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് കൂടുന്നതായിട്ടാണോ നമുക്ക് ഫീൽ ചെയ്യുക, കുറഞ്ഞതായിട്ടാണോ ഫീൽ ചെയ്യുക, അതല്ല ഒറിജിനൽ സ്പീഡാണോ നമുക്ക് ഫീൽ ചെയ്യുക? എങ്ങനെ ഫീൽ ചെയ്യാം? ഒരു ട്രെയിൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു ട്രെയിൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. നമുക്ക് ആ വെലോസിറ്റി, രണ്ടാമത് പോയ ട്രെയിനിന്റെ വെലോസിറ്റി കൂടിയതായിട്ടാണോ കുറഞ്ഞതായിട്ടാണോ എല്ലാം ഒരേപോലെയാണോ ഫീൽ ചെയ്യാം ഉള്ളത്? എന്തായിരിക്കും? സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ? വെലോസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. അതേ സ്ഥാനത്ത് ഒരു ട്രെയിൻ അങ്ങോട്ട് പോവാണ്, ട്രെയിൻ ആക്കണ്ട, ഒരു കാർ മുന്നോട്ട് പോവാണ്, അതിന്റെ ബാക്കിൽ വേറൊരു കാർ ഇങ്ങനെ വരികയാണ്. ഒരേ സ്പീഡ് അല്ല, സ്പീഡ് മാറ്റുണ്ട്. അപ്പോ രണ്ടും ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ വെലോസിറ്റി കൂടുന്നതായിട്ടാണോ കുറഞ്ഞതായിട്ടാണോ നമുക്ക് ഫീൽ ചെയ്യാം? ഒരേ ഡയറക്ഷനിൽ രണ്ട് സാധനങ്ങൾ പോവാണ്, ഇത് നല്ല സ്പീഡ് പോകുന്നുണ്ട്, നമ്മൾ ഏകദേശം അതിന്റെ ഒപ്പം എത്തണമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയാണോ? കൂടുന്നതായിട്ടാണോ ഫീൽ ചെയ്യുന്നുണ്ടാവുക? അങ്ങനല്ല, രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു ബസ് 100 km/h ഇങ്ങനെ മുന്നോട്ട് പോവാണ്, അല്ലെങ്കിൽ വേണ്ട, ബസ് വേണ്ട, ആയിക്കോട്ടെ, 100 km/h ബസ് മുന്നോട്ട് പോവാണ്. അതിന്റെ ബാക്കില് നമ്മളെ ആരുണ്ട്? ഒരു ബൈക്കായിട്ട് ഒരാൾ വരുന്നുണ്ട്, 40 km/h സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. 40 അല്ല, 80 km/h സ്പീഡിൽ അയാൾ പോകുന്നുണ്ട്. അവിടെ രണ്ടാളും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, രണ്ടാളും വെലോസിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് വെലോസിറ്റി അവിടെ ഉണ്ടാകും. ആ റിലേറ്റീവ് വെലോസിറ്റി എത്ര അയാൾക്ക് ഫീൽ ചെയ്യുള്ളൂ എന്നറിയോ? ഈ ബസ് പോകുന്നത് 100 km/h അല്ലേ, ബൈക്ക് പോകുന്നത് 80 km/h അല്ലേ? അപ്പൊ എത്ര വെലോസിറ്റിന്റെ മാറ്റാ ഉള്ളത്? ഡിഫറൻസ് എത്രയുള്ളത്?
20. അപ്പൊ ഇയാൾക്ക് ഈ ബൈക്കേറിന് അല്ലെങ്കിൽ ആ ബസ്സേറിന് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി എത്രയായിരിക്കും? 20 km/h മാത്രമായിരിക്കും തോന്നുന്ന വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫീൽ ചെയ്യുന്ന വെലോസിറ്റി 80 km/h ബൈക്കിൽ പോയിട്ട് 100 km/h ബസ്സും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യല് നമുക്ക് തോന്നുള്ളൂ അത് ഒരു 20 km/h ഉള്ളതായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലെ? ഇതൊക്കെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി എന്നുള്ളതാണ്. ഇതാണ് നോട്ടിലുണ്ട്, അവിടെ നമ്മൾ പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. റിലേറ്റീവ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. അനദർ ബോഡിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന വെലോസിറ്റിയെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ റിലേറ്റീവ് വെലോസിറ്റിന്റെ ഓരോ കേസുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ആ സ്പെഷ്യൽ കേസുകൾ ഏതൊക്കെയാന്നുള്ളത് കൂടി നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്, ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ കേസ്, ഒന്നാമത്തെ ബോഡിയും V1 എന്ന് ഒന്നാമത്തെ ബോഡിന്റെ വെലോസിറ്റിനെ കൊടുത്തു, രണ്ടാമത്തെ ബോഡിന്റെ വെലോസിറ്റിനെ V2 എന്നും കൊടുത്തു. ഈ V1 ഉം V2 ഉം ഈക്വൽ ആണെങ്കിൽ രണ്ടിന്റെ വെലോസിറ്റിയും ഒരേ അളവാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ബസിന്റെ ബാക്കിലത്തെ സീറ്റിലും ഡ്രൈവർ മുന്നത്തെ സീറ്റിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള വെലോസിറ്റി സെയിം തന്നെയാണല്ലോ. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എത്രയായിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി 0 ആയിരിക്കും. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആളെ വെലോസിറ്റി V1, ഇതന്നെയല്ലേ രണ്ടാമത്തെ ആളെ വെലോസിറ്റിയും വരാം V2. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. പൊസിഷന് മാറ്റം ഉണ്ടാവും, അതെ പൊസിഷൻ ആണ്, പൊസിഷന് മാറ്റം ഉണ്ടാവുന്നല്ലാണ്ട് വെലോസിറ്റിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരേ പാരലൽ ലൈൻസ് ആണ് നമുക്ക് കിട്ടുക, വെലോസിറ്റി രണ്ടും സെയിം ആയിരിക്കും. ഇങ്ങനെയാണ് ആ ഗ്രാഫ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇതാണ് ഒരു കേസ്, ഒന്നാമത്തെ കേസായിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതൊക്കെ അല്ലേ? രണ്ടാമത്തെ കേസ് V1 ഒന്നാമത്തിന്റെ വെലോസിറ്റി കൂടുതലും രണ്ടാമത്തിന്റെ വെലോസിറ്റി കുറവുമാണ്. V1 കൂടുതലും രണ്ടാമത്തിന്റെ വെലോസിറ്റി കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ തന്നെയാണ്. V1 പോകുന്നത് ഈ ഡയറക്ഷനിലാണ്, V2 പോകുന്നതും ഈ ഡയറക്ഷനിലാണ്. ഇതെങ്ങനെയാണ് ഇവിടെ V1 കൂടുതലും V2 കുറവാന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണ്. എന്താ ഉണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ വെലോസിറ്റി കുറവാണ്, ഇത് കൂടുതലാണ്. അപ്പോ ഇവിടെ ഓവർടേക്ക് ചെയ്യോ ഓവർടേക്ക് ചെയ്യാതിരിക്കോ? ഓവർടേക്ക് ചെയ്യോ? V2 കുറവ്, ഇതാണ് സ്പീഡ് കൂടുതൽ. ഇപ്പൊ ഓവർടേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ? ഓവർടേക്ക് ചെയ്യും. അതിനെ ഉണ്ടാവുക ഓവർടേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് പോവും അല്ലെ? അപ്പൊ ഓവർടേക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ഗ്രാഫിലും അതേമാതിരി ഒരു ഓവർടേക്ക് ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ ഒന്നാമത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ വരച്ചാല് രണ്ടാമത്തെ എന്ത് ചെയ്യണം? ഇതിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് പോകണം. ബാക്കിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് ഓവർടേക്ക് ചെയ്തിട്ടാണ് പോയി. കണ്ടില്ലേ നിങ്ങള്? ഓവർടേക്ക് ചെയ്തിട്ട് പോയി. ആ ഗ്രാഫിലും ആ ഓവർടേക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിൽ V2 കൂടുതലും V1 കുറവാണെങ്കിൽ, നേരത്തെ പറഞ്ഞ V1 കൂടുതലും V2 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, V1 മുന്നോട്ട് പോകുന്നുണ്ട്, V2 അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ഈ V1 ഇതിനെ ഓവർടേക്ക് ചെയ്യോ? ഓവർടേക്ക് ചെയ്യോ ചെയ്യാതിരിക്കോ? ചെയ്യൂല, ഉറപ്പാണ് ഓവർടേക്ക് ചെയ്യൂല. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് കൂടുകയാണോ കുറയാണോ ചെയ്യാ? ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള ഇതിന്റെ V1ന്റെ വെലോസിറ്റി കുറവാണ്, V2ന്റെ വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യും? കൂടും. ഗ്രാഫിലും അങ്ങനെ തന്നെ. ഗ്രാഫ് നോക്കി നിങ്ങള് A എന്നുള്ളതിന് വരച്ചു, B എന്നുള്ളത് ആദ്യം ഒന്നും കുഴപ്പമുണ്ടായില്ല, പിന്നെ ഇതിങ്ങനെ ഇതിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ രണ്ട് വരന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വന്നു. കണ്ടില്ല നിങ്ങള്? ഈ ഗ്യാപ്പ് കൂടി വന്നു. അതാണ് V2 കൂടുതലാണെങ്കിൽ ഉണ്ടാവുക. ഇതൊക്കെ ഇതിലുണ്ട്, നോട്ടിലുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകം നിങ്ങൾ ഇപ്പൊ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി V1 ഉം V2 ഉം ഈക്വൽ ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. V1
ഇങ്ങോട്ടും V2 ഇവിടെ V2 ഇങ്ങോട്ടുമാണ്. ഇവിടെ ഓവർടേക്ക് നടക്കൂലേ? ഓവർടേക്ക് നടക്കൂലേ? അതായത് ഓവർടേക്ക് പറഞ്ഞാൽ അതിന് മറികടന്നാണ്ട് പോവാന്നുള്ളതാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യൂലേ? ചെയ്യൂലേ? ഓക്കെ, V1 അങ്ങണ്ട്, V2 ഇങ്ങോട്ടുമാണ്. V1 അങ്ങണ്ട്, V2 അല്ല അങ്ങനെ V1 അങ്ങണ്ട്, V2 ഇങ്ങോട്ടും, രണ്ടും കൂടി ക്രോസ് ചെയ്യുന്നില്ലേ? ചെയ്യും. നോക്കി നിങ്ങള്, ഒന്ന് അങ്ങോട്ടും പോയി, ഒന്ന് ഇങ്ങോട്ടും വന്നു, രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ കൂട്ടിമുട്ടാൻ വേണ്ടി പോയി. ഗ്രാഫിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഒന്ന് നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും, ഏതെങ്കിലും ഒന്ന്. അങ്ങനെയാണല്ലോ ഫിസിക്സിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ? ഒന്ന് നെഗറ്റീവ് താഴത്തേക്ക് വരച്ചു, ഒന്ന് പോസിറ്റീവ് മേലേക്ക് വരച്ചു, രണ്ടും കൂടി ഒരു പോയിന്റ് കൂട്ടിമുട്ടുന്നുണ്ടാവും. ഇതാണ് V1 ഉം V2 ഈക്വൽ ആണ്, ഓപ്പോസിറ്റും ആണെങ്കിൽ ഉണ്ടാവുക. അപ്പൊ V1 ഈക്വൽ ടു V2 എഴുതുന്നതിനെക്കാട്ടി നല്ലത് V1 ഈക്വൽ ടു -V2 എഴുതുന്നതാണ്. കാരണം ഫിസിക്സിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ളതിനെ നമ്മള് നെഗറ്റീവ് എന്നാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ ഇതും കിട്ടി. ഇപ്പൊ റിലേറ്റീവ് വെലോസിറ്റി കഴിഞ്ഞു. ഈ പറഞ്ഞ റിലേറ്റീവ് വെലോസിറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഡൗട്ട് ഉള്ളതുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മളെ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാഫോ? ഈ ഗ്രാഫാണോ? റുമൈസ ജബിൻ ഏത് ഗ്രാഫാക്കി മനസ്സിലായില്ല? പ്രോബ്ലം തരും. പ്രോബ്ലം അതായത് ഈ കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ പ്രോബ്ലം എന്തായാലും ഉണ്ടാവും കേട്ടോ, എക്സാമിന് ചോദിക്കുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് സ്ഥലത്ത് പ്രൂഫ് ആയിട്ട് ചെയ്യാനുള്ള സാധനമാണ് ഈ കൈനമാറ്റിക് ഇക്വേഷൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ എന്ത് ചെയ്യാ, ആ ഗ്രാഫ് അല്ല, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാം കേട്ടോ. ഇവിടെ ഏതെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ റുമൈസ ജബിൻ ചോദിച്ചത് ഈ ഗ്രാഫാണ്. ഇത് എങ്ങനെയാന്നുള്ളത് കൂടി പറയാം. ഇവിടെ V1 ഉം V2 ഉം ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. V1 അങ്ങോട്ട് പോവുകയാണെങ്കിൽ V2 ഇങ്ങോട്ട് വരികയാണ്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്. അപ്പൊ ഫിസിക്സിൽ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിനെ നെഗറ്റീവ് എന്നെടുക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിനെ നെഗറ്റീവ് എന്നെടുക്കും. അതായത് V1 ഈക്വൽ ടു -V2 എന്ന് എഴുതി കൊടുത്തു. രണ്ടും നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് എഴുതി കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, മൈനസ് ഗ്രാഫിൽ വരക്കുമ്പോ താഴത്തേക്കല്ലേ വരയ്ക്കാം അല്ലെ? അതാണ് നമ്മൾ ഈ സാധനം താഴത്തേക്ക് വരച്ചത്. താഴത്തേക്കും വരച്ചു, പോസിറ്റീവ് ഉള്ളത് മേലക്കും വരച്ചു, പോസിറ്റീവ് ഉള്ളത് മേലക്കും വരച്ചു, നെഗറ്റീവ് ഉള്ളത് താഴത്തേക്കും വരച്ചു. രണ്ടും കൂടി കൂട്ടിമുട്ടി. അതാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയത്, വരച്ചതാണ്. ആരോ മാർക്ക് ഇട്ടാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? എത്രയാണ് നമുക്കിത് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ഭാഗം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമുക്ക് സാധാരണ പ്രോബ്ലംസ് ചോദിക്കൽ വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള മാതിരി നേരിട്ടുള്ള പ്രോബ്ലംസ് അല്ല ഉണ്ടാവുക. മിക്കവാറും പ്രൂഫുകളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. ഇവിടുന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷന്റെ പ്രൂഫ് പറഞ്ഞില്ലേ? ആ ഇക്വേഷന്റെ പ്രൂഫ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവം കൂടിയാണ്. ആ പ്രൂഫ് നല്ലോണം ഒന്ന് നോക്കുക കേട്ടോ.